സർ, ബംഗ്ലാദേശിൽ യൂനിസിനുള്ള പിന്തുണ പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. ഇസ്ലാമിക മതമൗലികവാദ ഗ്രൂപ്പുകളിൽ പലതും യൂനിസിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. യൂനിസിനെ ബംഗ്ലാദേശിൽ നിന്ന് പടിയടച്ച പിന്തുണ വെക്കുമോ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് പറ്റിയ? ഇനി അധികം കാലം യൂനിസ് അവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ ഈ യൂനിസ് വന്നത് അവിടുത്തെ മതമൗലിക ഇസ്ലാമിക സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ്. ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതും ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലാണ്. അങ്ങനെ പിന്തുണച്ചിരുന്ന സംഘടനകളിൽപ്പെട്ടൊന്നാണ് ഹെഫാസത്ത് ഇ ഇസ്ലാം. അത് അവിടുത്തെ ദിയോബന്ദി ഒരു സംഘടനയാണ്, മതസംഘടന. ഖവാലി മദ്രസകളും ഒക്കെ ഉള്ള സംഘടനയാണ്. അപ്പോൾ ഹെഫാസത്ത് ഇ ഇസ്ലാം ഇപ്പോൾ പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ യൂനുസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ സ്ത്രീ പ്രശ്ന പരിഹാര കമ്മീഷൻ, ഇയാൾ കുറേ ഭരണപരിഷ്കാര കമ്മീഷനും ഒക്കെ വെച്ചിരുന്നു. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെ എങ്ങനെ മാറ്റാം എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ വെച്ചിരുന്നു. അതിൻ്റെ ശുപാർശകളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ അവിടെ സ്ത്രീ പ്രശ്ന പരിഹാര കമ്മീഷൻ എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കിയിരുന്നു. ആ സ്ത്രീ പ്രശ്ന പരിഹാര കമ്മീഷൻ്റെ ശുപാർശകൾ കുറേ വന്നിട്ടുണ്ട്. ആ ശുപാർശകൾ മുഴുവൻ ഖുർആൻ വിരുദ്ധമാണ്, സുന്ന വിരുദ്ധമാണ്. ഈ ശുപാർശകൾ ഉടനെ എടുത്ത് കളയണം, സ്ക്രാപ്പ് ചെയ്യണം എന്ന് ഹെഫാസത്ത് ഇ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇയാൾക്ക് ഷെയ്ഖ് ഹസീനയുടെ വിധിയായിരിക്കും ഉണ്ടാവുക എന്ന് ഹെഫാസത്ത് ഇ ഇസ്ലാം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രീയ കക്ഷി ഖിലാഫത്ത് മജ്ലിസ് അവരും പറഞ്ഞിട്ടുണ്ട് ഈ കമ്മീഷൻ്റെ ശുപാർശകൾ ഇസ്ലാമിക വിരുദ്ധമാണ്, ശരീഅത്ത് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്മീഷനെ പിരിച്ചുവിടണം, കമ്മീഷൻ ഉണ്ടാകരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക സ്വത്വത്തിന് വിരുദ്ധമാണ് ഈ ശുപാർശകൾ എന്ന്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നാരായൺഗഞ്ചിൽ ഹെഫാസത്ത് ഈ ഇസ്ലാമിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ജനറൽ മമൂനുൽ ഹക്ക് പറഞ്ഞു, ഈ 6 കമ്മീഷനുകളെ യൂനിസ് അധികാരത്തിൽ വന്ന ശേഷം വെച്ചിരുന്നു പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ. അതിൽ 5 എണ്ണവും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ എതിർത്തില്ല, സ്വാഗതം ചെയ്തു. ഇത് ലിംഗ അസമത്വത്തിന് മത സാമൂഹിക നിയമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഈ സ്ത്രീ പരിഷ്കാര കമ്മീഷൻ ചെയ്തത്. അതായത് ജെൻഡർ ഇനീക്വാളിറ്റിക്ക് കാരണം ഈ ഇസ്ലാമിക നിയമങ്ങളാണ്, അതുകൊണ്ട് അതിൽ മാറ്റം വരണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീ പരിഷ്കാര കമ്മീഷൻ. അതാണ് പ്രശ്നം. അതുകൊണ്ട് ശരീഅത്ത് വിരുദ്ധമായ പരിഷ്കാരങ്ങളാണ് ഈ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ യൂനിസ് വന്നപ്പോൾ അയാളോട് അത് ആദരവ് കാണിച്ചിരുന്നു. ഈ അജണ്ടയുമായിട്ട്, ഈ ഇസ്ലാമിക വിരുദ്ധ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോയാൽ ഹസീനെ പോലെ അയാളെയും പിടിച്ചു പുറത്താക്കും എന്നാണ് ഈ സംഘടന പറഞ്ഞിരിക്കുന്നത്. അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മത സംഘടനയാണ്, മൊല്ലാക്കന്മാരുടെ സംഘടനയാണ്. അപ്പോൾ ഇയാളുടെ അവസ്ഥ കഷ്ടമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ചിന്മയ് കൃഷ്ണദാസ് ഉണ്ടല്ലോ, ഇസ്കോണിൻ്റെ വക്താവ്, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. നവംബർ 25 ധാക്ക എയർപോർട്ടിൽ വെച്ചാണ് അദ്ദേഹം അറസ്റ്റിലാകുന്നത്. അവിടുത്തെ പതാകയെ നിന്ദിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. ചിറ്റഗോങ് കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ജനുവരി 22 തള്ളിയിരുന്നു. ബംഗ്ലാദേശ് സമ്മിലിത് സനാതനി ജാഗരൺ ജോട്ടെ എന്ന് പറഞ്ഞ സംഘടനയുടെ നേതാവുമായിരുന്നു അദ്ദേഹം, ഈ ചിന്മയ് കൃഷ്ണദാസ്. ഞാൻ അമ്മയെപ്പോലെയാണ് ഈ രാഷ്ട്രത്തിനെ കരുതുന്നതെന്ന് ജനുവരി 2 കോടതിയെ അദ്ദേഹം ബോധിപ്പിച്ചിരുന്നു. പക്ഷേ ജഡ്ജി മുഹമ്മദ് സൈഫുൾ ഇനാം ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വക്കീലിനെ അവിടെ കൊന്നിരുന്നു.
വേറൊരു വക്കീല് കൈയും കാലും ഒക്കെ പരിക്കേറ്റ് ആശുപത്രിയിലും ഒക്കെ ആയിരുന്നു. പിന്നെ വന്ന വക്കീലാണ് ഇപ്പോൾ ജാമ്യം നേടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ സമയം വേറെ ഡെവലപ്മെൻറ്റ്, ധാക്കയിൽ നഗരത്തിലുടനീളം അവിടുത്തെ ചുമരുകളിൽ ഹിസ്ബുത്ത് തഹ്രീർ എന്ന ഭീകര സംഘടനയുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പട്ടാളം അവിടെ ഭരണം ഏറ്റെടുക്കണം എന്നാണ് ഈ പോസ്റ്ററുകളിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യൂനിസിനെ പുറത്താക്കണം എന്ന് ഹിസ്ബുത്ത് തഹ്രീർ എന്ന് പറഞ്ഞാൽ അത് ഈ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലൊക്കെ വന്ന ഹിസ്ബുത്ത് തഹ്രീറിൻ്റെ ചില ആളുകളൊക്കെ നമ്മുടെ സേനകളുമൊക്കെ പിടിച്ചിട്ടുണ്ട്, ആസാമിലും ബംഗാളിലുമൊക്കെ. ഇവിടെയും അതിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകളൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ കേരളത്തിലും വന്നിരുന്നു. ഒരാളെ പിടിച്ചത് കേരളത്തിൽ നിന്നാണ്, അവിടെ നിന്ന് വിവരം കിട്ടിയിട്ട്. അപ്പോൾ അവരും അവിടുത്തെ ചുമരുകളിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നു, യൂനിസിനെ പുറത്താക്കണം, പട്ടാളം ഭരണം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ പട്ടാള ഭരണാധികാരി തന്നെ പോസ്റ്റർ ഒട്ടിപ്പിച്ചതുമൊക്കെ ആയിരിക്കാം. ഹസീനയുമായി ബന്ധുത്വമുള്ള ആളാണ് അവിടുത്തെ പട്ടാള മേധാവി. പിന്നെ ഈ ഹിസ്ബുത്ത് തഹ്രീറും മറ്റേ അവരുമൊക്കെ അഭിപ്രായപ്പെടുന്നത് അമുസ്ലിങ്ങൾ അവിടെ നടക്കാൻ പോകുന്ന ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്നാണല്ലോ പറയുന്നത്, അതിൽ അമുസ്ലിങ്ങൾ വോട്ട് ചെയ്യരുത് എന്നൊരു നിർദ്ദേശവും അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഹിസ്ബുത്ത് തഹ്രീർ നിരോധിത സംഘടനയാണ്. 2009 അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് 7 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് നിരോധിച്ചത്. ഒരു പ്രൊഫസർ ആണ് അത് സ്ഥാപിച്ചത്. പട്ടാളത്തിലും പോലീസിലും നുഴഞ്ഞ് കയറിയിട്ടുണ്ട് ഹിസ്ബുത്ത് തഹ്രീർ. ജോർദാൻ, സിറിയ, ഈജിപ്ത്, ടുണീസിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അട്ടിമറി ശ്രമങ്ങളൊക്കെ നടത്തിയൊരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നിരോധിക്കപ്പെട്ടു. ബംഗ്ലാദേശിലും ഇത് നിരോധിക്കപ്പെട്ടതാണ്. പക്ഷേ അതിന് വളരാൻ ഈ യൂനുസ് സർക്കാരും അവസരം കൊടുത്തു. അതുകൊണ്ടാണ് ഈ ചുമരിലൊക്കെ ഇത് പ്രത്യക്ഷപ്പെട്ടത്. ജയിലിൽ കഴിയേണ്ടവരെയൊക്കെ ജയിലിൽ നിന്ന് തുറന്നു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഹിസ്ബുത്ത് തഹ്രീറിൻ്റെ. ഇങ്ങനെ ഈ പ്രോത്സാഹിപ്പിച്ച ഭീകര സംഘടനകളെതിരെ ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളും എതിരെ അങ്ങനെ ഇപ്പോൾ ഒരു സ്ത്രീ പരിഷ്കാര കമ്മീഷനെ വെച്ചിട്ട് ആ പരിഷ്കാര കമ്മീഷൻ കുറേ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചത് ശരീഅത്ത് നിയമത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് മതമൗലിക സംഘടനകൾ അവിടെ രംഗത്ത് വന്നിരിക്കുന്നു. അവർ പരസ്യമായി പൊതുയോഗങ്ങൾ നടത്തുന്നു, യൂനുസിനെതിരെ പ്രഭാഷണം നടത്തുന്നു. ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ യൂനുസ്. അതെ സർ, കാനഡയിൽ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യക്കെതിരെ ഒരു നിലപാടെടുത്തു. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും കാനഡയുടെ ഭരണം ആകെ മാറി. ഉണ്ടായിരുന്ന പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വന്നു. യൂനുസ് നിലപാടെടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യൂനുസ് അതൊന്ന് മയപ്പെടുത്തി. ഞാൻ ഇന്ത്യക്കെതിരെ അല്ല, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയാണ് ഞാൻ പറയുന്നതെന്ന് വരെ പറഞ്ഞു. ഇപ്പോൾ അതാ യൂനുസിൻ്റെ അവസ്ഥ പരിതാപകരമാവുന്നു. ഇന്ത്യക്ക് എന്തെങ്കിലും റോളുണ്ടോ ഇക്കാര്യത്തിൽ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം പാകിസ്ഥാനിൽ ഇറങ്ങുന്ന അജ്ഞാതനിൽ ഇന്ത്യക്ക് റോളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ യൂനുസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അയാളെ സ്നബ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് മോദിയെ കാണണം എന്ന് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്, നമ്മൾ വഴങ്ങുന്നില്ല. അയാൾക്ക് ഇന്ത്യ സന്ദർശിക്കണം എന്നൊരു ആഗ്രഹം അയാൾ പറഞ്ഞു, നമ്മൾ വഴങ്ങിയില്ല. തായ്ലൻഡ് വെച്ച് നടന്ന ഒരു ഉച്ചകോടിക്കിടയിൽ ചർച്ച നടത്തണമെന്ന് പറഞ്ഞു, നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അയാൾ ചൈനയിൽ പോയിട്ട് ചൈനയുമായി പല കരാറുകളും ഒപ്പിട്ടു. ആ കരാറുകളൊക്കെ ഇന്ത്യ വിരുദ്ധമാണ്. ചിറ്റഗോങ് തുറമുഖം ഇല്ലേ, മംഗള തുറമുഖം, ഹസീന നമ്മൾക്ക് തന്നോ, അതെ, ഓപ്പറേഷൻ മംഗള തുറമുഖം നമുക്ക് തന്ന് കരാർ ഒപ്പുവെച്ചതാണ്. ഇപ്പം മംഗള തുറമുഖം അങ്ങോട്ട് കൊടുക്കുക. പിന്നെ അങ്ങനത്തെ ധാരാളം കരാറുകൾ അവിടെ ചൈനയുമായി ബന്ധപ്പെട്ട് ചൈനയുടെ ഓപ്പറേഷന് പലതും ബംഗ്ലാദേശിലത്തത് വിട്ടുകൊടുക്കുന്ന കരാറുകളിൽ ഒപ്പിട്ടിട്ടാണ് ഇപ്പോൾ യൂനുസ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ശത്രുവാണ് എങ്ങനെയായാലും ചൈന. ഒരു യുദ്ധ സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാൻ്റെ കൂടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഇപ്പോൾ മറ്റേ മ്യാൻമറിൽ അമേരിക്ക ഇടപെടുമ്പോൾ ടെക്നാഫിൽ അമേരിക്കയ്ക്ക് ഒരു താവളം കൊടുക്കുന്നതായിട്ടും ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂനുസ്.
അപ്പോൾ ചൊറിയുന്ന ആളുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമല്ലോ. പാകിസ്ഥാനിലും കൈകാര്യം ചെയ്യുന്നുണ്ട്, ബലൂചിസ്ഥാൻ, മറ്റേ ഖൈബർ പക്തൂൺഖ്വ, ഇവിടെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ഹിന്ദു വിരുദ്ധ നിലപാടുകളാണ് അവിടെ എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് എതിരെ മാത്രമല്ല അല്ലേ, ക്രിസ്ത്യാനികൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കൊക്കെ എതിരെ ഉള്ള നിലപാടുകളാണ്. ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഭയപ്പെട്ടത് കൊണ്ട് പോലും കാര്യമില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം യൂനുസിനെതിരെ സംഘടനകൾ ഇതുപോലെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ആ സംഘടനകളെ സഹായിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ചുമതലയല്ലേ. ആ ചുമതല നമ്മൾ നിറവേറ്റുന്നുണ്ടാകുന്നേ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.